الله أكبر ولله الحمد. الله أكبر 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 الله أكبر. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن نبينا ومولانا محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين. صلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. والذين يصلون ما أمر الله به أن يوصل. നാം എല്ലാവരുടെയും ഉടമസ്ഥനും മുഴുവൻ സൃഷ്ടിജാലങ്ങളോടും അളവറ്റ ദയാലുവും മഹാകാരുണികനുമായ പടച്ചതമ്പുരാനെ സ്നേഹിച്ചും ഭയന്നും ജീവിതയാത്ര സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് നീക്കണമെന്ന് എന്നോടും എന്റെ കുടുംബത്തോടും മുഴുവൻ സഹോദരങ്ങളോടും ആത്മാർത്ഥമായി ഉപദേശിക്കുകയാണ്. കരുണാവാരിധിയായ റബ്ബിന്റെ അളവറ്റ അനുഗ്രഹത്താൽ ഒരു റമദാൻ മാസം കൂടി അനുഭവിക്കാനുള്ള മഹാഭാഗ്യം നമുക്കും ലോക മുസ്ലിമീങ്ങൾക്കും മുഴുവൻ മാനവരാശിക്കും സൃഷ്ടിജാലങ്ങൾക്കും ലഭിച്ചിരിക്കുകയാണ്. കേരളീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മഴയുടെ അകമ്പടിയോടെ ഈ നോമ്പ് വളരെ സുന്ദരമായ കാലാവസ്ഥയിലാണ് കഴിഞ്ഞു കടന്നതെങ്കിലും കേരളത്തിൽ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന രോഗങ്ങളും ഈ മഹാരാജ്യത്ത് യാതൊരു ബെല്ലും ബ്രേക്കുമില്ലാതെ നീങ്ങുന്ന വർഗീയതയുടെ താണ്ഡവവും ആഗോളതലത്തിൽ ഈ സമുദായം നേരിടുന്ന പ്രശ്നങ്ങളും നാം എല്ലാവരെയും വല്ലാതെ വേദനിപ്പിക്കുകയുണ്ടായി. 27-ാം രാവിൽ പരിശുദ്ധ ഖുർആൻ പൂർത്തീകരിച്ച് മടങ്ങുന്ന ഒരു ബാലനെ ഈ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് വെച്ച് ക്രൂരമായ നിലയിൽ കൊലപ്പെടുത്തിയ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പെരുന്നാൾ നാം എല്ലാവരും ആഘോഷിക്കുന്നത്. ഇത്തരം അവസ്ഥാവിശേഷത്തിൽ സാധാരണ ഭൗതിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മളും എന്തെങ്കിലും എടുത്തുചാട്ടങ്ങളും നമ്മെക്കൊണ്ട് പറ്റുന്നതായ എന്തെങ്കിലും ഒച്ചപ്പാടുകളും നടത്തേണ്ടതില്ലേ എന്നൊരു സംശയം ന്യായമായിട്ടും സമുദായത്തിലെ അംഗങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ വ്യാപകമായപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം തോന്നുന്ന നിലപാടുകൾ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും സംഭവിക്കുന്നുണ്ട്. നാം എല്ലാവരും ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന്, ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രശ്നങ്ങൾ ആദ്യത്തേതല്ല,
ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്, ഇനിയും ഇതിനേക്കാളും കടുപ്പമായി ഉണ്ടാകുമെന്ന് പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ട്, ഈ സമുദായം വെളിച്ചവും മാർഗവുമില്ലാത്ത ഇരുട്ട് തപ്പിത്തടയുന്ന ഏതെങ്കിലും ബുദ്ധിരാക്ഷസന്മാരുടെ തീരുമാനങ്ങളെ കാതോർക്കുന്ന ഗതികെട്ട സമുദായവുമല്ല. ഈ സമുദായത്തിന് വളരെ വ്യക്തമായ മാർഗം ഇതിന്റെ നായകൻ വരച്ചു കാട്ടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന്റെ വളരെ ലഘുവായ മറുപടി പരിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. വിവിധ മഹല്ലുകളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും പെരുന്നാളിന്റെ ഒരു ഒത്തുചേരലിന് വന്ന സഹോദരങ്ങൾ ഇതൊന്ന് റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന നിലയിൽ മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും എത്തിച്ചു കൊടുത്താൽ നല്ലൊരു ഫലത്തിന് സാധ്യതയുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലോകം മുഴുവൻ നമ്മളോട് ശത്രുത കാണിക്കുമ്പോൾ നമ്മൾ അവരോട് ശത്രുതയല്ലാതെ പിന്നെന്താണ് കാണിക്കേണ്ടത്? ഇതാണ് ലോകത്ത് നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ പരിശുദ്ധ ഖുർആൻ അതിന് നൽകുന്ന മറുപടി ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ. നിങ്ങളോട് ശത്രുതയും അക്രമങ്ങളും പുലർത്തപ്പെടുമ്പോൾ നിങ്ങൾ വളരെ നല്ല നിലയിൽ ഉത്തമമായ കാര്യം കൊണ്ടതിനെ നേരിടേണ്ടതാണ്. ജനങ്ങൾ പടച്ചവനിൽ നിന്നും അകലുന്നു, പ്രവാചകനിൽ നിന്നും അകലുന്നു, കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും അകലുന്നു എന്നത് കണ്ട് ഒരു സത്യവിശ്വാസിയുടെ മാർഗം ഒരിക്കലും ഞാനും അങ്ങ് അകലാമെന്നല്ല, മറിച്ച് നിങ്ങൾക്കൊരു സുവർണാവസരം കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾ ബന്ധങ്ങൾ ചേർത്തുകൊണ്ട് അവസരങ്ങളെ ശരിക്കും വിനിയോഗിക്കുക. ഒരു വാഹനത്തിൽ നിറയെ ആളുകൾ യാത്ര ചെയ്യുന്നു. സുരക്ഷിതമായ നിലയിൽ അതിനേക്കാളും ഉന്നത ലക്ഷ്യത്തെത്തുന്ന മറ്റൊരു വാഹനം കാലിയായി പോകുന്നത് കണ്ടാൽ തിരക്കുള്ള വാഹനത്തിലേക്ക് ആരാണ് തിക്കും തള്ളുമുണ്ടാക്കി കയറാൻ തയ്യാറാകുന്നത്? മറിച്ച് അവൻ സ്വസ്ഥമായ വാഹനത്തിലോട്ട് കയറി ആളുകളെ ക്ഷണിക്കും, നിങ്ങളിൽ ഇങ്ങോട്ട് വരിൻ. രണ്ട് മൈതാനങ്ങളിൽ ഒന്നിൽ ആളുകളുടെ അക്രമങ്ങളും അനാചാരങ്ങളും പൊടിപിടിച്ച കളി നടന്നുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത മൈതാനം ശാന്തമായി ശൂന്യമായി കിടക്കുന്നു. ഇവിടെ ഏത് ബുദ്ധിമാനാണ് തിരക്കിന്റെ ഇടയിലേക്ക് വീണ്ടും തള്ളി വരുന്നത്? അവൻ ഒഴിഞ്ഞു കിടക്കുന്ന അങ്ങോട്ടേക്ക് പോകും, അവിടേക്ക് ആളുകളെ ക്ഷണിക്കും. സഹോദരങ്ങളെ, അക്രമങ്ങളും അനാചാരങ്ങളും കണ്ട് നമ്മളും അതിന് മുതിരുകയല്ല വേണ്ടത്, മറിച്ച് വളരെ നല്ല നിലയിൽ പടച്ചവൻ നൽകി അനുഗ്രഹിച്ച അവസരങ്ങളെ മുതലെടുത്ത് നമ്മൾ ബന്ധങ്ങൾ നന്നാക്കുകയും മറ്റുള്ളവരെ അതിന്റെ മാധുര്യത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും വേണം. ആകയാൽ ഈ തരുണത്തിൽ നാം എല്ലാവരും 5 ബന്ധങ്ങൾ ശരിക്കും മനക്കെട്ടുറപ്പിക്കാനും അതിനെ ലോകത്തിൽ എത്തിച്ചു കൊടുക്കാനും തയ്യാറാകണം. ഒന്ന്, നാം എല്ലാവരുടെയും പടച്ചവനും പരിപാലകനുമായ നമ്മോടും മുഴുവൻ സൃഷ്ടിജാലങ്ങളോടും വല്ലാത്ത സ്നേഹമുള്ള പടച്ചതമ്പുരാനുമായി നമ്മളുടെ ബന്ധം ശരിയാക്കണം. പടച്ചവന് ഇന്നും നമ്മോട് കരുണയുണ്ട്, അതുകൊണ്ടാണ് ഈ ലോകത്തെ നിലനിർത്തിയിരിക്കുന്നത്. അല്ല എങ്കിൽ ലോകത്തെ പടച്ചവൻ തകർത്ത് കളയുമായിരുന്നു. അത്രമാത്രം വലിയ ക്രൂരതകളും അക്രമങ്ങളുമാണ് ലോകത്ത് നടപാടിക്കൊണ്ടിരിക്കുന്നത്. പടച്ചവന് ഇന്നും ഈ ലോകത്തോട് വലിയ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ ശരിയായ നിലയിൽ നിലനിർത്തുന്നത്. അതുകൊണ്ട് നാം ഓരോരുത്തരും പടച്ചവനുമായി ബന്ധം മനക്കെട്ടുറപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹുമായി നമ്മളുടെ ബന്ധം ശക്തിപ്പെടണം. പരിശുദ്ധമായ തൗഹീദിൽ നിന്ന് നമ്മളെ മുറിച്ചു മാറ്റാനുള്ള ശ്രമം അധികരിക്കുന്നതിനനുസരിച്ച് നമ്മൾ അതുമായിട്ടുള്ള ബന്ധം കൂടുതൽ അരക്കിട്ടുറപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ തൗഹീദിൽ നിന്നും അകറ്റാനുള്ള പരിശ്രമം നടക്കുമ്പോൾ നമ്മൾ അനങ്ങാതിരുന്നാൽ തീർച്ചയായും നമ്മൾ അകന്നുപോകും. എന്നാൽ നമ്മൾ ആ സമയത്ത് തൗഹീദിലേക്ക് അടുക്കാൻ നോക്കിയാൽ
പടച്ചവന്റെ സഹായം കൊണ്ട് കൂടുതൽ അടുക്കാൻ സാധിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലോകത്തിനു മുമ്പാകെ നമ്മൾ കൂടുതൽ ശക്തമായും വ്യക്തമായും സമർപ്പിക്കണം. ഒരു കാലഘട്ടമുണ്ടായിരുന്നു, അന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ മനസ്സുകളിൽ ഉറച്ച സന്ദർഭത്തിൽ അമുസ്ലിം സഹോദരങ്ങളിലേക്ക് പോലും അത് പ്രവേശിക്കുകയും അവർ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യരെന്ന് പറയാൻ നിർബന്ധിതരാവുകയും ചെയ്തു. അതുകൊണ്ട് ലോകത്തിനു മുമ്പാകെ ഇറങ്ങി നമ്മൾ അവരോട് പറയണം, ഞങ്ങൾ ഈ രാജ്യത്തെ സ്നേഹിക്കാൻ തയ്യാറാണ്, പക്ഷെ ആരാധിക്കാൻ തയ്യാറല്ല. ആരാധനയ്ക്കർഹൻ അല്ലാഹു മാത്രം. പശുവിനെ ഞങ്ങൾ ഓമനിക്കാൻ തയ്യാറാണ്. ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ആധികാരിക പ്രസ്ഥാനമാണ് പറഞ്ഞത് പശുവിനെ മര്യാദയ്ക്ക് ദേശീയ മൃഗമായി പ്രഖ്യാപിക്കും. പക്ഷേ പശുവും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കൊല്ലുന്നവർ ഈ വിഷയത്തിൽ പിന്നോട്ട് മാറുന്ന വളരെ പരിഹാസ്യമായ രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പശുവിനെ ആരാധിക്കാൻ തയ്യാറല്ല, അതിനെ ഓമനിക്കാനും സ്നേഹിക്കാനും സേവിക്കാനും തയ്യാറാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. രണ്ടാമതായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധനയ്ക്കർഹൻ അല്ലാഹു മാത്രം. അല്ലാഹുവിനെ ആരാധിക്കാനുള്ള മാർഗം മുഹമ്മദുർ റസൂലുള്ളാഹി മാത്രം. ഈ വിശ്വാസം നമ്മൾ അരക്കിട്ടുറപ്പിക്കണം. പ്രവാചകനെ കുറിച്ച് പഠിക്കണം, തങ്ങളുടെ ജീവിതം പകർത്തണം, ലോകത്ത് എത്തിച്ചു കൊടുക്കണം. ഇന്ന് നമുക്ക് അന്തസ്സോടുകൂടി ലോകത്തിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന സമ്പൂർണമായ ജീവിത വ്യവസ്ഥയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിനിമയിലൂടെയും നാടകങ്ങളിലൂടെയും ഇല്ലാത്ത കഥകളെ കുത്തിപ്പൊക്കി അതിനെ സൗന്ദര്യമായി അവതരിപ്പിച്ച് ജനങ്ങളെ വശീകരിക്കേണ്ട ഗതികേട് ഈ സമുദായത്തിനില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന ശുഭ്രമായ ജീവിതം, വളരെ വ്യക്തമായ ജീവിതം, അത് നമ്മൾ ലോകത്തിൽ എത്തിച്ചു കൊടുക്കണം. അതിനൊരു എരിവിന്റെയും പുളിയുടെയും ചേരുവയില്ലാതെ തന്നെ അത് സമ്പൂർണമാണ്, സരളമാണ്, സുന്ദരമാണ്. അതുകൊണ്ട് നമ്മൾ ആദരവായ റസൂലുമായി നമ്മളുടെ ബന്ധം ശരിയാക്കണം. 3 മാതാപിതാക്കൾ, ഇണകൾ, അവർ വഴിയായിട്ടുള്ള ബന്ധുക്കൾ, ഇവരുമായിട്ടുള്ള നമ്മളുടെ ബന്ധം ശരിയാക്കണം. ഈ ഒരു വർഷം ഇന്ത്യൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത അസ്വസ്ഥതയുടെ വർഷമായിരുന്നു. കാരണം കല്യാണം കഴിച്ച് ഭാര്യയോടുള്ള കടമ നിർവഹിക്കാത്തൊരു മനുഷ്യൻ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ മുഴുവനും പെണ്ണുകെട്ടി പെണ്ണുങ്ങളെയെല്ലാം മുത്തലാഖ് ചൊല്ലി വഴിനീളെ ഇട്ടിരിക്കുകയാണെന്നുള്ള പ്രസ്താവന നടത്തുകയും അയാളുടെ കൂട്ടത്തിലുള്ളവർ ഏറ്റുപാടുകയും വാർത്താമാധ്യമങ്ങളെല്ലാം അതനുസരിച്ച് തുള്ളുകയും ചെയ്ത ഒരു നിർഭാഗ്യകരമായ സംഭവം ഈ രാജ്യത്ത് നടക്കുകയുണ്ടായി. ഗവൺമെന്റിന്റെ ഔദ്യോഗിക കണക്കറിയിക്കുന്നു, ഇന്ത്യ രാജ്യത്ത് ഇന്നും വിവാഹമോചനം ഒരു പ്രശ്നമല്ല, പാശ്ചാത്യ നാടുകളിൽ പ്രശ്നമായിരിക്കുന്നു. അവിടെ 50-ലേറെ വിവാഹങ്ങൾ തകർച്ചയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത് ഗിരിവർഗത്തിലാണ്, ശേഷം ഹൈന്ദവ സഹോദരങ്ങളിലാണ്, 3-ാം സ്ഥാനത്താണ് ഇവിടെ ആക്ഷേപിക്കപ്പെടുന്ന മുസ്ലിം സമുദായമുള്ളത്. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പെണ്ണുങ്ങളെ വിവരം കെട്ടവർ മൊഴിചൊല്ലുന്നതല്ല, മറിച്ച് പെണ്ണ് കെട്ടിയിട്ട പെണ്ണിനോടുള്ള കടമകൾ പാലിക്കുന്നില്ല, അതുപോലെ ഭർത്താവിനോടുള്ള കടമകൾ പാലിക്കുന്നില്ല. ഇതാണ് ഈ രാജ്യത്തെ മുഖ്യമായ പ്രശ്നം. എന്നാലും സഹോദരങ്ങളെ, ഈ സമുദായം വിവാഹമോചനത്തിന്റെ വിഷയത്തിൽ പിന്നിലാണെങ്കിലും ആ പിന്നിലുള്ളതിനെയും നമ്മൾ ന്യായീകരിക്കാൻ തയ്യാറാകുന്നില്ല. നമ്മളുടെ വൈവാഹിക ബന്ധം നന്നാകണം. മാതാപിതാക്കളോട്, കുടുംബത്തോട്, വധൂവരന്മാരുടെ ബന്ധുക്കളോടുള്ള നമ്മളുടെ ബന്ധം നന്നാകണം. അത് ഇസ്ലാമിന്റെ അടിസ്ഥാന സന്ദേശമാണ്. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽഅർഹാം. പടച്ചവനെ മുൻനിർത്തി നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന വിവാഹ ബന്ധത്തെയും കുടുംബ ബന്ധത്തെയും നിങ്ങൾ സംരക്ഷിക്കണം. അത് മനസ്സിലാക്കാനുള്ള എളുപ്പമായ വഴി നിസ്കാരം ഇബാദത്ത്, വൈവാഹിക ജീവിതവും ഇബാദത്ത്, നോമ്പ് ആരാധന, മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുന്നതും ആരാധന. ഈ രീതിയിൽ നമ്മളുടെ ബന്ധങ്ങൾ നമ്മൾ നന്നാക്കേണ്ടതായിട്ടുണ്ട്. മാതാപിതാക്കളും അവർ വഴിയായിട്ടുള്ള ബന്ധങ്ങൾ, ഇണകൾ അവർ വഴിയായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ നന്നാക്കണം. 4-മതായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മുസ്ലിമീങ്ങൾക്കിടയിൽ പരസ്പരം ബന്ധമുണ്ടാക്കേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ പല സംഘടനകളിലും അതുപോലെ
പല മദ്ഹബുകളുമായി ബന്ധപ്പെട്ടവരാണ്. ആരെങ്കിലും സംഘടന മാറണമെന്നോ മദ്ഹബ് മാറണമെന്നോ നമുക്കൊരിക്കലും അഭിപ്രായമില്ല, തീരുമാനമില്ല. പക്ഷെ ഒന്നുണ്ട്, നാം എല്ലാവരും കൊല്ലത്തുള്ള മുസ്ലിമീങ്ങളാണ്, ഒരു മഹല്ലിന്റെ കീഴിലുള്ള മുസ്ലിമീങ്ങളാണ് എന്ന നിലയിൽ പരസ്പരം ഐക്യപ്പെട്ട് ജീവിക്കാൻ തയ്യാറാകണം. പിന്നൊരു വിഷയം മനസ്സിലാക്കേണ്ടത്, മുസ്ലിം ഐക്യം ഇത് ആർക്കെങ്കിലും എതിരായിട്ടല്ല, ആരുടെയെങ്കിലും അവകാശങ്ങൾ ഹനിക്കാനുമല്ല. നമ്മൾ നന്മയിൽ പരസ്പരം സഹകരിക്കാനും നല്ല വഴിയിൽ കൂടിച്ചേരാനുമുള്ളതാണ്. അതുകൊണ്ട് സമുദായത്തിന് നേതൃത്വവും രണ്ടാം നിലയും എല്ലാവരും ഒരുപോലെ ബന്ധപ്പെട്ട് നമ്മൾ പരസ്പരം സ്നേഹിക്കുന്ന സഹകരിക്കുന്ന അവസ്ഥ വേണം. സാധാരണ പൊതുജനങ്ങൾക്കൊരു ചിന്തയുണ്ട്, ഞങ്ങളെന്ത് ചെയ്യാനാണ്, നേതാക്കൾ ഇങ്ങനെ പല തട്ടിലായിട്ടാണ് നിൽക്കുന്നത്, നേതാക്കൾ പല തട്ടിലാണെങ്കിൽ അവർ ആ തട്ടിൽ നിൽക്കാൻ വേണ്ടി വിടിൻ. സമുദായം പരസ്പരം സലാം പറയാനും സ്നേഹിക്കാനും പരസ്പരം സഹകരിക്കാനും മുമ്പോട്ട് വരേണ്ടതായിട്ടുണ്ട്. എനിക്ക് വലിയ സങ്കടമുണ്ട്, ഈ ഒരു കാര്യം വർദ്ധിച്ച് സ്ത്രീകൾക്കിടയിൽ പോലും സുന്നി മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തബ്ലീഗ് തർക്കങ്ങൾ സ്ത്രീകൾക്കിടയിൽ പോലും ഉണ്ടായിരിക്കുന്നു. എത്രയോ നിന്ദ്യമായ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന രംഗമാണിത്. അതുകൊണ്ട് പരസ്പരം നമ്മൾ മുസ്ലിം ഉമ്മത്താണ് എന്ന നിലയിൽ ഐക്യപ്പെട്ട് കഴിയണം. ഇതാണ് നാലാമത്തെ ബന്ധം. അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം, അമുസ്ലിമീങ്ങളുമായി നമ്മൾ നല്ല നിലയിൽ ബന്ധപ്പെടാൻ പരിശ്രമിക്കണം. ഈ രാജ്യത്ത് വർഗീയതയുടെ അതുപോലെ വിഭജനത്തിന്റെ രാഷ്ട്രീയം ചിലർ കളിക്കുകയാണ്. തീ കത്തുമ്പോൾ നമ്മളും മാറി തീ കത്തിക്കുകയാണെങ്കിൽ തീ കൂടുതൽ ആളിക്കത്തുകയേ ഉള്ളൂ. നമ്മൾ തീയെ അണയ്ക്കാൻ വേണ്ടി വെള്ളമൊഴിക്കൽ, മണ്ണെടുത്തിൽ, നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിലാക്കി അള്ളാഹു കൊണ്ട് പടച്ചവൻ നമ്മളെ കൂട്ടത്തിലുണ്ട്, പടച്ചവൻ സഹായിക്കും. നമ്മൾ അറിയണം, ഈ രാജ്യത്ത് മുസ്ലിം പാനി ഹിന്ദു പാനി എന്ന നിലയിൽ മുസ്ലിം ഹിന്ദു വിഭജനം ഒരിക്കൽ നടക്കുകയുണ്ടായി. ട്രെയിനുകളിൽ ലേഡീസ് കമ്പാർട്ട്മെന്റ് പോലെ മുസ്ലിം കമ്പാർട്ട്മെന്റ് വെച്ച് മുസ്ലിമീങ്ങളെ മൃഗങ്ങളെ പോലെ തള്ളിക്കൊണ്ടു പോകുന്ന ഗതികെട്ട അവസ്ഥ ഈ രാജ്യത്തുണ്ടായി. മനുഷ്യത്വമുള്ള മഹാത്മാക്കൾ മുമ്പോട്ടിറങ്ങി അവർ ഈ വേലിക്കെട്ടിനെ തല്ലിപ്പൊളിച്ചതിലൂടെയാണ് ഈ രാജ്യം വീണ്ടും സുഗമമായ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. വീണ്ടും അത്തരമൊരു അവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനുള്ള നിഗൂഢ ശ്രമമാണ് നടക്കുന്നത്. ഇവിടെ നമ്മൾ നിശബ്ദമായിരിക്കാൻ പാടില്ല. നമ്മൾ ദീനിന്റെ ഉള്ളിൽ, മതത്തിന്റെ ഉള്ളിൽ ഉറച്ചു നിന്നുകൊണ്ട് അമുസ്ലിമീങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കണം. അവരെ ആക്ഷേപിക്കാൻ പാടില്ല, അവരുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കാൻ പാടില്ല, അവരുടെ ആരാധനാലയങ്ങളെ പുച്ഛിക്കാൻ പാടില്ല. അവരുമായി നല്ല ബന്ധത്തിൽ നമ്മൾ പ്രത്യേകം പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ പടച്ചവന്റെ അനുഗ്രഹത്താൽ ഈ ഒരു പരിശ്രമം വിജയിക്കുമെന്നതിന് പരിശുദ്ധ ഖുർആൻ സാക്ഷിയാണ്, ഇന്ന് വരെയുള്ള ചരിത്രം സാക്ഷിയാണ്. അതുകൊണ്ട് ഈ 5 ബന്ധമാണ് നാം എല്ലാവരും നിലനിർത്താനും വളർത്താനും പ്രത്യേകം പരിശ്രമിക്കേണ്ടത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അവസാനമായി പറയട്ടെ, ഈ കാര്യങ്ങളെല്ലാം ബന്ധമെല്ലാം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? മറുപടി ഒന്നേയുള്ളൂ, റമദാനിനെ നമ്മുടെ ജീവിതത്തിന്റെ ചാലക ശക്തിയാക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികമായി ചൊല്ലിൻ, പടച്ചവനുമായിട്ടുള്ള ബന്ധം അരക്കിട്ടുറപ്പിക്കും. സ്വലാത്തുകൾ അധികമായി ചൊല്ലിൻ, പ്രവാചകനുമായിട്ടുള്ള ബന്ധം അരക്കിട്ടുറപ്പിക്കും. മാതാപിതാക്കളോടും കുടുംബത്തോടുമുള്ള സേവനത്തെ ആരാധനയായി കാണിൻ. അവസാനമായി പറയട്ടെ, മുസ്ലിമീങ്ങളുടെ വിഷയത്തിലുള്ള ഇസ്ലാമിക നിലപാട് ഇതാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് മാതാപിതാക്കളുടെ എത്രമാത്രം ഉന്നതമായിരിക്കും. ഒരു 3 കാര്യം നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നത്. ഒന്ന്, നമ്മളും ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നന്നാകണമെന്ന നിഷ്കളങ്കമായ ആഗ്രഹം ഉണ്ടാക്കിയെടുക്കുകയും അത് നിലനിർത്തുകയും ചെയ്യും. 2, എല്ലാവരുടെയും സുഖങ്ങളിലും ദുഃഖങ്ങളിലും അവർ ക്ഷണിച്ചാലും ഇല്ലെങ്കിലും പോയി പങ്കെടുക്കുക, സുഖങ്ങളിൽ ആശംസിക്കുക, ദുഃഖങ്ങളിൽ ആശ്വസിപ്പിക്കുക. 3, നമ്മൾ പരസ്പരം ഉപഹാരങ്ങൾ കൈമാറുക. കുറഞ്ഞ പക്ഷം നമ്മളുടെ ആവശ്യം കഴിഞ്ഞ് മിച്ചം വരുന്ന ആഹാര പാനീയങ്ങൾ, വസ്ത്രങ്ങൾ, സാധന സാമഗ്രികൾ, വാഹന സൗകര്യങ്ങൾ ഇത് മറ്റുള്ളവർക്ക് കൈമാറാൻ നമ്മൾ പരിശ്രമിക്കുക. അമുസ്ലിമീങ്ങളോട് ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നത് മഹത്തരമാണെങ്കിൽ സമുദായത്തോട് ചെയ്യുന്ന എത്ര മഹത്തരമായിരിക്കും, കുടുംബത്തോട് ചെയ്യുന്ന എത്ര മഹത്തരമായിരിക്കും. ഇതിന്റെ വളരെ ലളിതമായ മാർഗമാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ നമ്മളുടെ പരിസരത്തുള്ള ആശുപത്രികൾ സന്ദർശിക്കുക. മതപരമായ പ്രബോധനത്തിന് യാതൊരു ലക്ഷ്യവുമില്ലാതെ
മനുഷ്യത്വപരമായ സന്ദർശനമായി നമ്മളവിടെ പോകിൽ, കുറച്ച് ബിസ്ക്കറ്റുകൾ കയ്യിലെടുക്കിൽ. ഈ 3 കാര്യം എല്ലാവരും നന്നാകണം. നമ്മൾ അവരുടെ ദുഃഖത്തിൽ പങ്കെടുക്കാൻ പോകുന്നു, നമുക്ക് ഉള്ള എന്തെങ്കിലും ചെറിയ ഉപഹാരം അവർക്ക് നൽകാൻ പോകുന്നു എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ അവരെ പോയി സന്ദർശിക്കും. സഹോദരങ്ങളെ, ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ വമ്പിച്ച മാറ്റം ഉണ്ടാകുന്നതാണ്, ഉണ്ടായി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. വെറും പത്രങ്ങളിലും വാട്സപ്പുകളിലും മാത്രം കണ്ണുനട്ടിരിക്കരുത്. ഈ രാജ്യത്ത് അക്രമത്തിന്റെയും അനാചാരത്തിന്റെയും അധർമ്മത്തിന്റെയും വർഗീയതയുടെയും തീ ആളിക്കത്തുന്നതിനോട് കൂടി തന്നെ പടച്ചവന്റെ വലിയ അനുഗ്രഹത്താൽ ഈ രാജ്യത്ത് തന്നെ വർഗീയത നിറഞ്ഞു നിൽക്കുന്ന പ്രദേശങ്ങളിൽ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഊഷ്മളമായ വസന്തങ്ങളും വിരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പക്ഷെ രണ്ടാലൊന്ന് നടക്കും. നമ്മളെല്ലാവരും സഹകരിച്ചാൽ വസന്തത്തിന് ശക്തി വരും. നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ വർഗീയതയ്ക്ക് ശക്തി കൂടും. ഈ രാജ്യത്ത് മുഴുവനും കാർന്നു നിന്നും. അതുകൊണ്ട് നാം എല്ലാവരും ഈ ഒരു തീരുമാനം ഈ പെരുന്നാളിന്റെ സമയത്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അക്രമത്തിന് പകരം അക്രമമല്ല, അനീതിക്ക് പകരം അനീതിയല്ല, മറിച്ച് അക്രമത്തിന് പകരം നമ്മൾ നീതി കാണിക്കാൻ തയ്യാറാകും. അക്രമത്തിന് പകരം നമ്മൾ സ്നേഹം സമർപ്പിക്കാൻ തയ്യാറാകും. പരസ്പര വിദ്വേഷത്തിന് പകരം നമ്മൾ സ്നേഹം നൽകുവാനും ആത്മാർത്ഥമായ ഗുണകാംക്ഷ നമ്മൾ പുലർത്താനും തയ്യാറാകണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എന്താണെങ്കിലും രണ്ടാലൊന്ന് ഈ രാജ്യത്ത് നടക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഈ രാജ്യത്തിലെ മുഴുവൻ ആളുകളെ അറിയിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ ഭാവി രണ്ടാലൊന്ന് നടക്കും. ഒന്നുകിൽ ഈ വികസനങ്ങളെല്ലാം സ്വർഗമായി മാറും, അല്ലെങ്കിൽ ഈ വികസനങ്ങൾ മുഴുവനും നരകമായിട്ട് മാറും. വികസനത്തിന്റെ വിസ്ഫോടനങ്ങളാണ് കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഇരിക്കുന്ന ആളുകൾ വായ്തോരാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളതെല്ലാം സമ്മതിക്കുന്നു, നന്ദിയോടുകൂടി സ്മരിക്കുകയും ചെയ്യുന്നു. എറണാകുളത്തിന്റെ ആകാശത്തുകൂടി വിമാനം പോലെ ട്രെയിൻ പറക്കുന്നു. കൊല്ലത്തും അടുത്ത് തന്നെ പറക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് ബസ്സുകൾ ആരംഭിക്കുന്നു. ഇതിനെയൊന്നും നമ്മൾ പുച്ഛിക്കുന്നില്ല. പക്ഷെ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഈ രാജ്യത്ത് വർഗീയതയുണ്ടെങ്കിൽ 10 ദിവസം കൊണ്ട് കൊല്ലേണ്ടിയിരുന്ന ആളുകളെ 1 മണിക്കൂർ കൊണ്ട് കൊല്ലാൻ സാധിക്കും എന്നൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 100 ദിവസം പരിശ്രമിച്ച് അധ്വാനിച്ച് നടത്തേണ്ട വ്യഭിചാരം 1/2 മണിക്കൂർ കൊണ്ട് നടത്താൻ സാധിക്കും എന്നൊരു ഗതികേട് ഈ രാജ്യത്തുണ്ടാവുകയുള്ളൂ. പണ്ട് വെടിവെക്കണമെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് ഒരു 47 ഉണ്ടെങ്കിൽ ആളുകൾ മുഴുവൻ തകർക്കാൻ സാധിക്കും. അതുകൊണ്ട് വികസനത്തിനോടൊപ്പം മാനവികത, പടച്ചവനോടുള്ള സ്നേഹം, യഥാർത്ഥ വഴികാട്ടികളുമായിട്ടുള്ള ബന്ധം, കുടുംബത്തോടുള്ള ആദരവ്, അതുപോലെ തന്നെ മുഴുവൻ മനുഷ്യരോടുമുള്ള കൃപ, കാരുണ്യം, ഇതില്ല എങ്കിൽ ഈ രാജ്യത്തിന്റെ ഗതി വളരെ മോശമായി തീരും. നാം ഒന്ന് സങ്കല്പിക്കും, പഴയ ഒരു കൊല്ലം പട്ടണം, ഒരു ചെറ്റക്കുടിലിൽ ഒരച്ഛനും അമ്മയും 10 മക്കളും കൂടി ഒരുമിച്ച് താമസിക്കുന്നു. അവർക്ക് തിന്നാനും കുടിക്കാനും കിടക്കാനും അത്ര വലിയ സൗകര്യമൊന്നുമില്ല. പക്ഷേ പടച്ചവൻ അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. സ്നേഹാദരവെന്ന് പറയുന്ന അമൂല്യമായൊരു നിധിയുണ്ട്. ഈ വീടിനെ പറ്റി നമ്മൾ സ്വർഗമെന്ന് പറയും. അതേസമയം അതിന്റെ തൊട്ടടുത്ത് ആധുനിക കാലഘട്ടത്തിൽ ഒരു മണിമാളിക ഉയർന്നിരിക്കുന്നു. അച്ഛന് താമസിക്കാൻ 8 മുറികളുണ്ട്, അമ്മയ്ക്ക് കിടന്നുറങ്ങാൻ 4 മുറിയുണ്ട്, മക്കൾ ഓരോരുത്തർക്കും 2 മുറികൾ വീതമുണ്ട്. പക്ഷേ സ്നേഹമെന്ന് പറയുന്ന, വിശ്വാസമെന്ന് പറയുന്ന ഒരു മൂല്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ വീട് ജയിലാണ്, നരകമാണ്. ഈ രാജ്യത്തെ ജയിലാക്കാനാണ് ആഗ്രഹിക്കുന്നത്, നരകമാകാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ബസ്സിൽ മനുഷ്യൻ മര്യാദയ്ക്ക് യാത്ര ചെയ്യാൻ വയ്യ, ട്രെയിനിൽ യാത്ര ചെയ്യാൻ വയ്യ, പാതിരാത്രി നിർഭയമായി നടക്കാൻ വയ്യ. ഇങ്ങനെയുള്ളൊരു സുന്ദര ഇന്ത്യയാണ് സ്വപ്നം കാണുന്നത്. അതോ ഏത് സമയത്തും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും വിശ്വസിച്ചും നീങ്ങാൻ സാധിക്കുന്ന ഒരു രാജ്യത്തെയാണ് നമ്മൾ സ്വപ്നം കാണേണ്ടത്. ഈ രാജ്യസ്നേഹികൾ ഓരോരുത്തരും ഉണരേണ്ടതായിട്ടുണ്ട്. പടച്ചവൻ ശരിയായ ദിശാബോധം നൽകുമാറാകട്ടെ. ആകയാൽ സഹോദരങ്ങളെ, നിരാശ നമ്മുടെ ഭാഗത്തില്ല. നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. മനുഷ്യത്വത്തിന്റെ സന്ദേശവാഹകരായി മാറി പടച്ചവനുമായി ആഴം നിറഞ്ഞ ബന്ധം, പ്രവാചകനുമായി സ്നേഹനിർഭരമായ ബന്ധം, മാതാപിതാക്കൾക്ക് ആരാധനയെന്ന് കരുതി സേവനം, ഭാര്യ മക്കൾക്ക് വേണ്ടി ആരാധനയെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള സമ്പാദ്യം, സമുദായം ഒറ്റക്കെട്ടായി ഐക്യത്തിൽ കഴിയൽ, അമുസ്ലിമീങ്ങളുമായി ഊഷ്മള ബന്ധം, ഇതെല്ലാമുള്ള ഒരു മഹത്തായ നാളേക്ക് വേണ്ടി എന്നല്ല ഇന്നേക്ക് വേണ്ടി നാം എല്ലാവരും പരിശ്രമിക്കും.
അതിന് മാർഗങ്ങളാണ് പറയപ്പെട്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികമായി ചൊല്ലിൻ, സ്വലാത്ത് ചൊല്ലിൻ. 3 ഗുണങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കിൻ. നല്ല മനസ്സ്, മറ്റുള്ളവരുടെ സുഖദുഃഖങ്ങളിൽ ആത്മാർത്ഥമായി പങ്കെടുക്കൽ, ഉപഹാരങ്ങൾ കൈമാറൽ. പടച്ചവൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കൊല്ലത്തുള്ള ഈ അനുഗ്രഹീത പ്രസ്ഥാനം ഈദ്ഗാഹ്, അതിന് പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. എനിക്ക് നന്ദിയുണ്ട്. ഇതിന് സംഘാടകരും നിങ്ങളെല്ലാവരും ഈ പ്രതികൂല സാഹചര്യത്തെ വകവെക്കാതെ വന്ന് എല്ലാവരും ഈ നമസ്കാരത്തിൽ പങ്കെടുത്തു, ഈ സന്ദേശം കൈമാറുന്നതിൽ പങ്കെടുത്തു. നമ്മളിത് 1 വർഷത്തേക്കുള്ള സന്ദേശമായി ജീവിതത്തിൽ നാം സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ അധ്വാനങ്ങളും ഈ പരിശ്രമങ്ങളെല്ലാം സഫലമാകുന്നതാണ്. അല്ലാഹു ഇതിനുവേണ്ടി ത്യാഗം ചെയ്ത സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി ഇതിൽ പങ്കെടുത്ത മുഴുവൻ സുമനസ്സുകൾക്കും ഉയർന്ന പ്രതിഫലം നൽകുമാറാകട്ടെ. പടച്ചവൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് മരിച്ചുപോയവർക്ക് പരിപൂർണ്ണ മഗ്ഫിറത്ത് റഹ്മത്ത് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ചും ഈ അടുത്ത കാലഘട്ടത്തിൽ കഴിഞ്ഞൊരു വർഷത്തിൽ മരിച്ചുപോയ ആളുകൾ, അതിലേറ്റവും അവസാനമായി കൊല്ലത്ത് ധാരാളം വർഷം ഇസ്ലാമിക സേവനം അനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട ഹാഷിം മൗലവിയുടെ മരണം അവസാനമായിരുന്നു. അള്ളാഹു ഉസ്താദിനും എല്ലാ മർഹൂമുകൾക്കും പരിപൂർണ്ണ മഗ്ഫിറത്ത് റഹ്മത്ത് നൽകുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹുവിന്റെ ആശ്വാസം നൽകുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على سيدنا محمد سيد المرسلين وعلى آله وأصحابه سيد المرسلين سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الله أكبر، الله أكبر، الله أكبر، الله أكبر، الله أكبر، الله أكبر. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على رسول الله سيدنا ومولانا محمد حبيب الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، فيا أيها الناس اتقوا الله تعالى في السر والعلن وذروا الفواحش ما ظهر منها وما بطن، وحافظوا على الجمع والجماعة ووطنوا أنفسكم على السمع والطاعة. وقال تعالى: ولم نزل آمرا كريما تشريفا لقدر حبيبه وتعظيما. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم فصل وسلم وبارك وانعم وترحم وتحنن على عبدك ورسولك سيدنا ومولانا وشفيعنا وحبيبنا محمد وعلى آله وأصحابه أجمعين، خصوصا على أفضل البشر بعد الأنبياء بالتحقيق أمير المؤمنين أبي بكر الصديق، وعلى مزين المنبر والمحراب أمير المؤمنين عمر بن الخطاب، وعلى كامل الحياء والإيمان أمير المؤمنين عثمان بن عفان، وعلى باب مدينة العلم والمعارف أمير المؤمنين علي بن أبي طالب، وعلى 6 الباقية من العشرة المبشرة وسائر الصحابة والقرابة والتابعين لهم بإحسان والداعين بدعوتهم إلى يوم القيامة. اللهم اغفر لنا وللمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين، واجعل هذا البلد آمنا مطمئنا وسائر بلدان المسلمين. اللهم ألف بين قلوبنا وأصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور وجنبنا الفواحش ما ظهر منها وما بطن. അർഹമർറാഹിമീനായ അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണ റബ്ബേ. ഞങ്ങളുടെ എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാഹുവേ.
പ്രത്യേകിച്ചും റമദാൻ മാസത്തിൽ നോമ്പ് നീ കബൂലാക്കണേ അല്ലാ. തറാവീഹുകളെ കബൂലാക്കണേ അല്ലാ. തിലാവത്ത് ദിക്റുകളെ കബൂലാക്കണേ അല്ലാ. സദഖ സക്കാത്തുകളെ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കി തരണേ അല്ലാഹുവേ. റഹ്മാനെ, ഞങ്ങളുടെ സമയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഉണർന്ന് ഈ റമദാനിന്റെ സന്ദേശങ്ങൾ കൊണ്ട് ജീവിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹുവേ. റഹ്മാനെ, നീയുമായി ഞങ്ങൾക്ക് ശരിയായ ബന്ധം തരണേ അല്ലാഹുവേ. റബ്ബേ പടച്ചവനെ, നീയുമായി ഞങ്ങൾക്ക് നല്ല ബന്ധം തരണേ അല്ലാഹുവേ. നിന്നോട് സ്നേഹം താ അല്ലാഹുവേ. നിന്നെ പറ്റിയുള്ള ഭയം തരണേ അല്ലാഹുവേ. റഹ്മാനെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ മുർസലീൻ ഖാതമുൻ നബിയ്യീൻ തങ്ങളോട് ഞങ്ങൾക്ക് പരിപൂർണമായ ബന്ധം തരണേ അല്ലാഹുവേ. സ്നേഹാദരവുകൾ നൽകണേ അല്ലാഹുവേ. അനുഗ്രഹീത ജീവിതത്തെ പഠിക്കാനും പകർത്താനും പ്രചരിപ്പിക്കാനും ഭാഗ്യം തരണേ അല്ലാഹുവേ. ഞങ്ങളെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ ഇണകളെ അനുഗ്രഹിക്കണേ അല്ലാ. മാതാപിതാക്കൾ വഴിയായിട്ടുള്ള ബന്ധുക്കളെ അനുഗ്രഹിക്കണേ അല്ലാ. ഇണകൾ വഴിയായിട്ടുള്ള ബന്ധുക്കളെ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണേ അല്ലാ. മരുമക്കളെ അനുഗ്രഹിക്കണേ അല്ലാ. ചെറുമക്കളെ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാ മുഅ്മിനീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹുവേ. എല്ലാ മുസ്ലിമീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹുവേ. നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ മേൽ നിന്റെ കാരുണ്യം ചൊരിയണേ അല്ലാഹുവേ. ഞങ്ങൾക്കിടെ യോജിപ്പ് തരണേ അല്ലാഹുവേ. സഹകരണം തരണേ അല്ലാഹുവേ. ഐക്യം തരണേ അല്ലാഹുവേ. റഹ്മാനെ, അമുസ്ലിം സഹോദരങ്ങളുമായി നല്ല ബന്ധം തരണേ അല്ലാഹുവേ. വർഗീയതയുടെ നാശത്തെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. അതിന്റെ നാശം എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണേ അല്ലാഹുവേ. പരസ്പരം വിശ്വാസമില്ലെങ്കിൽ പിന്നെന്ത് ചികിത്സയാണ്? പരസ്പരം വിശ്വാസമില്ലെങ്കിൽ പിന്നെന്ത് കച്ചവടമാണ്? പരസ്പരം വിശ്വാസമില്ലെങ്കിൽ പിന്നെന്ത് യാത്രയാണ്? പരസ്പരം വിശ്വാസമില്ലെങ്കിൽ പിന്നെന്ത് സംസ്ഥാനമാണ്, രാജ്യമാണ് എന്ന ബോധം എല്ലാവർക്കും നൽകണേ അല്ലാഹുവേ. റഹ്മാനെ, വർഗീയത നീ ഇല്ലാതാക്കണ പടച്ചവനെ. മാനവീയതയെ ഉയർത്തിക്കൊണ്ടുവരണേ അല്ലാഹുവേ. ഈ ഗുണങ്ങൾ ഉണ്ടാകുന്നതിന് ഞങ്ങൾക്ക് ഈ പറയപ്പെട്ട മര്യാദകൾ പാലിക്കാൻ തൗഫീഖ് താ അല്ലാഹുവേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികമായി ചൊല്ലിക്കൊണ്ടിരിക്കാൻ ഭാഗ്യം താ അല്ലാഹുവേ. യാ അല്ലാഹ്, ഞങ്ങളെ വീടുകളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ യാത്രകളെ, വഴികളെ, കടകളെ, കമ്പോളങ്ങളെ ഈ പരിശുദ്ധമായ കലിമ കൊണ്ട് അലങ്കരിക്കണേ അല്ലാഹുവേ. സ്വലാത്ത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി താ അല്ലാഹുവേ. ആദരവായ റസൂലിനോടുള്ള ബന്ധം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ. റഹ്മാനെ, അല്ലാഹുവേ, എല്ലാവരും നന്നാകണമെന്ന ആഗ്രഹം താ അല്ലാഹുവേ. മുഹമ്മദി മനസ്സ് തരണേ അല്ലാഹുവേ. നബിമാരുടെ മനസ്സ് തരണേ അല്ലാഹുവേ. സഹാബത്ത് ഔലിയാഇന്റെ മനസ്സ് തരണേ അല്ലാഹുവേ. എല്ലാവരും നന്നാകണം, ഗുണം പിടിക്കണം, ഇരുലോകത്ത് നന്നാകണമെന്നുള്ള ചിന്ത ഞങ്ങൾക്ക് തരണേ അല്ലാഹുവേ. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കെടുത്ത് ആശ്വസിപ്പിക്കുന്നവരാക്കണേ അല്ലാഹുവേ. മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ പങ്കെടുത്ത് ആശംസ നേരുന്നവരാക്കണേ അല്ലാഹുവേ. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ സന്തോഷിക്കുന്നതിനെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ മനസ്സ് വലിയുന്നതിനെ തൊട്ടും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. റഹ്മാനെ, സേവന സഹായങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ തൗഫീഖ് താ അല്ലാഹുവേ. അല്ലാഹുവേ, അരി മേടിക്കുമ്പോൾ സാധുക്കൾക്ക് വേണ്ടി മേടിക്കാൻ ഭാഗ്യം താ അല്ലാഹുവേ. പലഹാരങ്ങൾ മേടിക്കുമ്പോൾ സഹോദരങ്ങൾക്ക് വേണ്ടി മേടിക്കാൻ ഭാഗ്യം താ അല്ലാഹുവേ. മിച്ചം വരുന്നതെങ്കിലും നല്ല നിലയിൽ ആളുകൾക്ക് കൊടുക്കാൻ തൗഫീഖ് താ അല്ലാഹുവേ. റഹ്മാനെ, ഈ ഗുണങ്ങൾ ഉണ്ടാക്കിയിട്ടത് ഞങ്ങളുടെയും മുഴുവൻ സഹോദരങ്ങളുടെയും ഈ ലോകവും നീ വിജയത്തിലാക്കണേ അല്ലാഹുവേ. റഹ്മാനെ, ഈ ലോകവും നീ വിജയത്തിലാക്കണേ അല്ലാഹുവേ. പടച്ചവനെ, നല്ല പ്രകൃതിയുള്ള കേരള സംസ്ഥാനം വളരെ അപകടകരമായ രോഗങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. യാ അല്ലാഹ്, എന്താണ് ഞങ്ങളുടെ കുറ്റമെന്ന് മനസ്സിലാകുന്നില്ല. പടച്ചവനെ തിരുത്താൻ ഭാഗ്യം താ അല്ലാഹുവേ. ക്യാൻസറിനെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. പടച്ചവനെ, പനിയുടെ വിവിധങ്ങളായ ഭീകര രൂപങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. പടച്ചവനെ, അല്ലാഹുവേ, പനിയുടെ മുഴുവൻ ദുരന്തങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. ഒരു കാലഘട്ടത്തിൽ പനിയെപ്പറ്റി ഉലമാക്കൾ പറഞ്ഞത് മനസ്സും നന്നാകും, ശരീരവും നന്നാകും. അല്ലാഹുവേ, ഭീകരമായ മുഴുവൻ രോഗങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. മാരക രോഗങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. റഹ്മാനെ, അല്ലാഹു, ഈ നാടിന് നല്ല അവസ്ഥ വരുത്തണേ പടച്ചവനെ. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാൻ ഭാഗ്യം താ അല്ലാഹുവേ. ഞങ്ങളുടെ ജീവിതം ലളിതമാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ ജീവിതം ലളിതമാക്കണേ അല്ലാഹുവേ.
വൃക്ഷങ്ങളും ചെടികളും നട്ടുപിടിപ്പിക്കാൻ തൗഫീഖ് താ അല്ലാഹുവേ. യാ അല്ലാഹ്, ഈ നാടിന്റെ അവസ്ഥ നന്നാക്കണേ അല്ലാഹുവേ. നല്ല മഴ തരണേ അല്ലാഹുവേ. പ്രയോജനമുള്ള മഴ തരണേ അല്ലാഹുവേ. റഹ്മാനെ, പ്രയോജനമുള്ള മഴ തരണേ അല്ലാഹുവേ. റഹ്മാനെ, ഈ നാടിന്റെ അവസ്ഥ നന്നാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ മുഴുവൻ രോഗങ്ങൾ മാറ്റിത്താ അല്ലാഹുവേ. കടങ്ങൾ മാറ്റിത്തരണേ അല്ലാഹുവേ. വൈവാഹിക ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കണേ അല്ലാഹുവേ. വിവാഹപ്രായം എത്തിയവർക്ക് നല്ല ഇണകളെ കൊടുക്കണേ അല്ലാഹുവേ. വിവാഹം കഴിഞ്ഞവരുടെ ജീവിതം ഐശ്വര്യത്തിലും പരസ്പര വിശ്വാസത്തിലുമാക്കണേ അല്ലാഹുവേ. മക്കളെ കൊതിക്കുന്നവർക്ക് നല്ല മക്കളെ കൊടുക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളും കാനിത്യങ്ങളുമാക്കി വളർത്തണേ അല്ലാഹുവേ. റഹ്മാനെ, അവരുടെ വിദ്യാഭ്യാസം ഖൈറിലാക്കണേ അല്ലാഹുവേ. അവരെ നീ ഉന്നതങ്ങളിലേക്ക് ഉയർത്തണേ അല്ലാഹുവേ. വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കാൻ തലമുറയ്ക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹുവേ. വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹുവേ. പടച്ചവനെ, വിദ്യാഭ്യാസം ശ്രദ്ധിക്കാൻ തൗഫീഖ് കൊടുക്കണേ അല്ലാഹുവേ. കൊച്ചു കുഞ്ഞുങ്ങളെ നിസ്സാരമായി കാണുന്നതിന് പകരം ഞങ്ങളുടെ ബാക്കി ഭാഗമാണ്, അംശമാണ്, നാളെയുടെ വാഗ്ദാനങ്ങളാണ്. അവരാണ് ഇവിടെ ഖുത്ബ ഓതേണ്ടത്, അവരാണ് ഇവിടെ നിസ്കരിക്കേണ്ടത്, അവരാണ് ഞങ്ങളുടെ വീടുകളും നാടുകളും ഉപയോഗിക്കേണ്ടത് എന്ന ചിന്തയോടെ അവർക്ക് തർബിയത്ത് കൊടുക്കാൻ തൗഫീഖ് താ അല്ലാഹുവേ. റഹ്മാനെ, കേസുകളും വഴക്കുകളും നീ മാറ്റിത്തരണേ അല്ലാഹുവേ. സ്നേഹവും സാഹോദര്യം തരണേ അല്ലാഹുവേ. അവസാനം നിന്റെ പൊരുത്തത്തിലായി ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം താ അല്ലാഹുവേ. ഖബർ ആനന്ദത്തിലാക്കണേ അല്ലാഹുവേ. മഹ്ശറയിൽ ഹബീബിന്റെ ഷഫാഅത്ത് തരണേ അല്ലാഹുവേ. നിന്റെ അർശിന്റെ തണൽ തരണേ അല്ലാഹുവേ. റഹ്മാനെ, അല്ലാഹുവേ, അവസാനം നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളെ നീ കത്തിയാളുന്ന നരകത്തെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹുവേ. നിന്റെ ലിഖാഉം റിളാഉം നൽകണേ അല്ലാഹുവേ. നിന്റെ ഹബീബിന്റെ സാമീപ്യം തരണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഈദ്ഗാഹിന്റെ പരിശ്രമങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും ഉന്നതമായ കൂലി കൊടുക്കണേ അല്ലാഹുവേ. ഇതിന് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തവർക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാഹുവേ. ശാരീരികമായി അധ്വാനിച്ചവരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഇതിന്റെ പ്രവർത്തകരിൽ, ഇവിടെ വന്ന് പങ്കെടുത്തവരിൽ മരിച്ചുപോയവർക്കെല്ലാം പരിപൂർണ്ണ മഗ്ഫിറത്ത്, മർഹമത്ത് നൽകണേ അല്ലാഹുവേ. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ വർഷം ഞങ്ങളിൽ മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹുവേ. മുഅ്മിനാത്തുകൾക്കും പുറത്തു കൊടുക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഹാഷിം മൗലവിക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹുവേ. മറ്റു ഉലമാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹുവേ. ഞങ്ങളെല്ലാം നീ കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ ഹലാലായ ആഗ്രഹങ്ങൾ നീ ആഫിയത്തോടെ സഫലമാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ കച്ചവടങ്ങൾ, ഉദ്യോഗങ്ങൾ, പ്രസ്ഥാനങ്ങൾ, സ്ഥാപനങ്ങൾ, യാത്രകൾ, പരിപാടികൾ എല്ലാം നീ ഖൈറിലാക്കണേ അല്ലാഹുവേ. ആഫിയത്തിലാക്കണേ അല്ലാഹുവേ. അസൂയാലുക്കളുടെ അസൂയയെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. ദുഷിച്ച ചിന്താഗതിയുള്ളവരുടെ ദുഷിച്ച ചിന്താഗതികളെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. പടച്ചവനെ, കുതന്ത്രങ്ങൾ കാട്ടുന്നവരുടെ കുതന്ത്രങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട നബിമാർ, സഹാബാക്കൾ, ഔലിയാക്കൾ, നോമ്പുകാർ, നോമ്പ് പിടിച്ചുകൊണ്ട് നോമ്പിന് ശേഷം നിന്നോട് ചെയ്ത എല്ലാ ദുആക്കളും ഞങ്ങൾ ചെയ്യുന്നു അല്ലാഹുവേ. അവർ ചോദിച്ച എല്ലാ ഖൈറുകളും നൽകണേ അല്ലാഹുവേ. അവർ കാവൽ ചോദിച്ച എല്ലാ ശർറുകളെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ആഗോള മുസ്ലിമീങ്ങളുടെ അവസ്ഥ നന്നാക്കണേ അല്ലാഹുവേ. ഹറമൈൻ ഷരീഫിനെ കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. സമാധാനത്തിന് കേന്ദ്രമായ ഹറമുകളെ കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഹജ്ജിന്റെ അമലുകൾ നിർഭയമായി ശാന്തമായി നടത്തണേ അല്ലാഹുവേ. റഹ്മാനെ, നീ ഹറമുകളെ കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ രാജ്യത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وأصحابه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.